ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട, കർത്താവായ ദൈവം നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, കർത്താവായ ദൈവം നിങ്ങൾക്ക് തുണയേകും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ചയുടെ ഭാഗമായി, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി കർത്താവ് വരുത്തി തീർക്കും. നിങ്ങളുടെ പ്രായഭേദമന്യേ നിങ്ങളെ അലട്ടുന്ന സ്ട്രെസ്സ്, മാനസിക സംഘർഷങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, നിങ്ങളുടെ അലസത, ഒന്നിനും ഉത്സാഹമില്ലാത്ത അവസ്ഥ, ജീവിതത്തിലുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, വെറുപ്പ്, അതിൻ്റെ കാരണങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ സമർപ്പിക്കാം. ഭാവിയെക്കുറിച്ചുള്ള ഭയം, ദുഃഖം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ രാത്രി കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ നിങ്ങളെ തന്നിലേക്ക് തന്നെ കൂട്ടിക്കൊള്ളും. അതിനാൽ തന്നെ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും. അതിനാൽ കർത്താവിൽ വിശ്വസിക്കുക, അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവം എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് നിങ്ങൾക്ക് സാധിച്ചു തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ ആകുലതകൾ, ദുഃഖം, ഭയം, വേദന, അസ്വസ്ഥതകൾ, രോഗം എല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമയം കർത്താവായ ദൈവമേ, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾക്ക് അങ്ങയുടെ സമാധാനം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അസ്വസ്ഥതയുള്ള കുടുംബങ്ങളിൽ നിന്റെ സമാധാനം അയച്ച് ഞങ്ങളെ ഐക്യതയിൽ കൊണ്ടുവരണമേ. കർത്താവേ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ, മാനസിക സംഘർഷങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഒന്നിലും സന്തോഷമില്ലാത്ത അവസ്ഥ, ഒന്നിലും ഉത്സാഹമില്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, അതിനെ തുടർന്നുള്ള അലസതയും മടിയും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭയവും ദുഃഖവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഞങ്ങളുടെ ആകുലതകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഭയവും അസ്വസ്ഥതയും വേദനയും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയത്തെ, ജീവിതത്തെ, അസ്വസ്ഥതയുള്ള കുടുംബത്തെ, ബന്ധങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ്
ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായ വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് കാണുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഭവനമില്ലാത്ത അവസ്ഥ, വീടും വസ്തുവും വിൽക്കാനായിട്ട് വർഷങ്ങളായി ശ്രമിച്ചിട്ടും അത് സാധിക്കാത്ത അവസ്ഥ, ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ടും പണി തുടർന്നിട്ടും അത് അവസാനിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, സ്വന്തമായി ഒരു ഭവനം വേണം എന്ന് സ്വപ്നങ്ങൾ നെയ്തിട്ടും ഇതുവരെ അതിന് സാധിക്കാതെ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന അവസ്ഥ, സ്വന്തം ഭവനമില്ലാത്തതിൻ്റെ കാരണം മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഏൽക്കുന്ന അപമാനം, എല്ലാ അരക്ഷിതാവസ്ഥയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ മേഖലയിലും ഞങ്ങളുടെ ഹൃദയം ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നു. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളെങ്ങോട്ട് പോകും, എങ്ങനെ ജീവിക്കും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ നീ ഞങ്ങളെ വഴി നടത്തുന്നിടത്തോളം ഞങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, നീ നൽകുന്ന എല്ലാ നന്മകളെയും ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണ്. നീ നൽകുന്നതെന്തും സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവേ, നീ നൽകുന്നതെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, അസ്വസ്ഥതകളെ, അവസ്ഥകളെ അറിയാവുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ സുരക്ഷിതത്വം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങയിൽ സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭാവി അങ്ങയിൽ സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്നു. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭാവി അങ്ങയിൽ സുരക്ഷിതമാണ്, ഞങ്ങളുടെ ഭാവിയിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തും എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങയിൽ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങളിപ്പോൾ കാണുന്നു. ഈശോയെ, അങ്ങയിൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. അങ്ങയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിൽ ഞങ്ങളുടെ മക്കൾ സുരക്ഷിതരാകും, അവരുടെ ഭാവിയിൽ ഉയർച്ചയുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കാണുന്നു. അങ്ങയിൽ ഞങ്ങളുടെ ജീവിത പങ്കാളി സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങയിൽ ഞങ്ങളുടെ ജീവിത അവസ്ഥകളെ സുരക്ഷിതത്വമുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമാണ്, ഐശ്വര്യപൂർണ്ണമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമേ, അങ്ങ് നൽകുന്ന എല്ലാ ദാനങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം ദാതാവായ അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമേ. എല്ലാ ദാനത്തെക്കാളും ഉപരി ദാതാവായ ദൈവത്തെ സ്വന്തമാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഭാവിയാണ്, അങ്ങ് ഞങ്ങളുടെ വർത്തമാനകാലമാണ്, അങ്ങ് ഞങ്ങളുടെ സുരക്ഷിതത്വമാണ്, അങ്ങ് ഞങ്ങളുടെ പഴയ കാലമാണ്, ഞങ്ങളുടെ പുതിയ കാലം. എന്തെന്നാൽ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ഇന്നലകളുടെ ജീവിതം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം അങ്ങയിൽ ഞങ്ങൾ ദർശിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ വരാൻ പോകുന്ന കാലം, വരാൻ പോകുന്ന ജീവിതം അങ്ങയിൽ സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ നുകരുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭയം എടുത്തു മാറ്റി ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന രാത്രിയാണ് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുരക്ഷിതത്വം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ സൗഖ്യം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു. കർത്താവെ, സൗഖ്യത്തിൻ്റെ ഉടയവനായ, സൗഖ്യദാതാവായ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് മനസ്സ് തോന്നി അവരെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങ് മനസ്സ് തോന്നി അവരെ ഇപ്പോൾ തന്നെ
തന്നെ സ്പർശിക്കണമേ. രോഗത്തിൻ്റെ കാരണങ്ങളിൽ ഇപ്പോൾ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഇന്ന് ഈ രാത്രിയിൽ പരിഹരിക്കപ്പെടുവാൻ കർത്താവേ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് ആവശ്യിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ആവശ്യിപ്പിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളുടെ കാരണം മനസ്സിലാക്കി തന്ന് അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണങ്ങൾ, കടബാധ്യതയുടെ കാരണങ്ങൾ, ഞങ്ങളുടെ ജീവിതം നാശത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കാരണങ്ങൾ, ഒന്നിലും അഭിവൃദ്ധിയില്ലാത്ത കാരണങ്ങൾ, കുടുംബത്തിൽ അസ്വസ്ഥതയുടെ കാരണങ്ങൾ, ആർക്കും സ്വരച്ചേർച്ചയില്ല, സ്നേഹമില്ല, ഐക്യതയില്ല, കാരണങ്ങൾ കർത്താവേ ഇന്നീ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ആ കാരണങ്ങൾക്ക് മേൽ അവിടുന്ന് ഇടപെട്ട് ദൈവമേ ഞങ്ങൾക്ക് മാനസാന്തരം നൽകി, പശ്ചാത്താപം നൽകി, സത്യമെന്തെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിച്ചു, ആ വിളിക്ക് വിശ്വസ്തത അങ്ങ് കാണിച്ചു. ഞങ്ങൾ അവിശ്വസ്തരായിരുന്നു, എന്നാൽ അങ്ങയുടെ വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. കർത്താവെ ഒരു പുതിയ ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിലുള്ള ഞങ്ങളുടെ സുരക്ഷിതത്വത്തെ കണക്കാക്കി ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം കൊണ്ടുപോകുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഇന്നീ രാത്രിയിൽ അവിടുന്ന് പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ. ഞങ്ങളുടെ ഭാവിയെ നീ സുരക്ഷിതമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഭാവി, അങ്ങാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം. കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിച്ച വിളിയിൽ അവിടുന്ന് വിശ്വസ്തനായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ഓരോ ജീവിത അനുഭവവും ഞങ്ങളെ അവിടുന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ കർത്താവെ അങ്ങയുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും എല്ലാ നുണകളും ഞങ്ങളെ തന്നെ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന നുണകളിൽ നിന്ന് പുറത്തു വരുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പഴയതെല്ലാം എടുത്തു മാറ്റി എല്ലാം നവീകരിക്കുന്ന അങ്ങയിൽ ഞങ്ങൾ ഓരോരുത്തരും നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബന്ധങ്ങൾ നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജോലിയുടെ മേഖലകൾ നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ബിസിനസ് സ്ഥലങ്ങൾ നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ആരോഗ്യം നവീകരിക്കപ്പെടുവാൻ, ആരോഗ്യമുള്ളതായി മാറുവാൻ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സത്യാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച്, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെക്കുറിച്ചുള്ള സത്യം അങ്ങ് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ മനസ്സിലാക്കി തരണമേ. കർത്താവേ അങ്ങയുടെ നാപ്പെടുത്തുവാൻ ഓരോ ദിനവും രാവും ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക്, ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്ക് ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവീക പദ്ധതി അവരിൽ പൂർത്തിയാക്കപ്പെടുവാൻ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയേകി ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും സുരക്ഷിതത്വത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ.
സകല സമ്പത്തിൻ്റെയും സകല അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും ഉറവിടമായ അങ്ങയിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി കർത്താവിൻ്റെ സത്യത്താൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ആത്മശോധന ചെയ്യാൻ നമ്മെ സഹായിക്കട്ടെ. അവിടുന്ന് നമ്മെക്കുറിച്ചുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി തന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ വഴി നടത്തട്ടെ. ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നന്മയ്ക്കായി, ഉപരിനന്മയ്ക്കായി അവിടുന്ന് മാറ്റി തീർക്കട്ടെ. ഈ രാത്രിയിൽ സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.